ഈ കോയിനെയും കെട്ടിത്തൂക്കി ഈ പച്ചക്കറിയൊക്കെ ചാക്കിലാക്കി വണ്ടിയിൽ ആൾക്കാർ എങ്ങോട്ടാണ് പോകണമെന്നാണോ ആലോചിക്കുന്നത്? കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്ക് അടുത്തുള്ള കിഴക്കോത്ത് പള്ളിയിൽ വർഷാവർഷങ്ങളിലായിട്ട് നടക്കുന്ന ആണ്ട് നേർച്ചയുടെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കിഴക്കോത്തെയും പരിസര പ്രദേശങ്ങളിലെയൊക്കെ വിശ്വാസികൾ ആണ്ടിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന വരവ് എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജാറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖിൻ്റെ പുണ്യം ലഭിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആണ്ടിൻ്റെ ദിവസം നടത്തുന്ന അന്നദാനത്തിലേക്ക് ഈ കിഴക്കോത്തെയും പരിസര പ്രദേശങ്ങളിലേക്ക് വിശ്വാസികൾ നേർച്ചയാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്ന ചടങ്ങാണ് ഈ വരവ് എന്ന് പറയുന്ന പരിപാടി. പരപ്പാറ, പുത്തലത്തുപറമ്പ്, ഈസ്റ്റ് കിഴക്കോത്ത്, മടവൂർമുക്ക് തുടങ്ങിയ അയൽനാടുകളിൽ നിന്ന് വിശ്വാസികൾ നേർച്ചയാക്കിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ മൗലൂദിൻ്റെയും ദഫ് മുട്ടിൻ്റെയും അറബന മുട്ടിൻ്റെയും ഒക്കെ അകമ്പടിയോടെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖിൻ്റെ ചാരത്തേക്ക് കാണിക്കയായിട്ട് സമർപ്പിക്കാൻ വേണ്ടി വരുന്ന കാഴ്ചയാണ്. അന്നദാന ദിവസത്തിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഈ ചടങ്ങ്. ഓരോ പ്രദേശങ്ങളിലെയും വിശ്വാസികളുടെ നേർച്ച സാധനങ്ങളായിട്ടുള്ള തേങ്ങ, പച്ചക്കറി, അരി തുടങ്ങിയ സാധനങ്ങൾ, അതേപോലെ കോഴി, ഇങ്ങനെയുള്ള സകല ഭക്ഷണ സാധനങ്ങളും തലേ ദിവസം വൈകിട്ടോടുകൂടി ഇവിടെ എത്തും. ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം വെച്ചിട്ടാണ് പിറ്റേന്ന് രാവിലത്തെ അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത്. നാട്ടുമ്പുറത്തുള്ള ഇത്തരം ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ് നാട്ടുമ്പുറത്തിനെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഇതിലൊന്നും ഒട്ടും വിശ്വാസമില്ലാത്ത ഇതര മുസ്ലിം വിഭാഗക്കാരുണ്ടാവും. ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സ് യുദ്ധക്കളാക്കരുത്, അത്രേ പറയാനുള്ളൂ. അവിടുന്ന് കിട്ടിയ ഒരു പൊതി ശർക്കര ചോറുമായിട്ട് ഞാനും സന്തോഷത്തോടുകൂടി വീട്ടിലോട്ട് പോയി. അപ്പോൾ ഓക്കെ, ബൈ.